പ്രിയമുള്ളവരെ, ജാതി സെൻസസ് എന്ന വിഷയം ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചതുപോലെ സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ചൂടുപിടിച്ച ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അനുകൂലവും പ്രതികൂലവുമായ നിലപാടുകൾ ശക്തമായി തന്നെ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ജാതി എന്നത് ഇന്ത്യൻ സമൂഹത്തിന് മാത്രം സവിശേഷമായ ഒരു സാമൂഹ്യ പ്രക്രിയയാണ്. തീർച്ചയായിട്ടും ലോക നിലവാരത്തിൽ ജാതിക്ക് സമാനമായ പല രീതിയിലുള്ള സാമൂഹ്യ സംഘടനാ രൂപങ്ങളുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല ഞാനത് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ സമൂഹത്തിൽ, കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ വളരെ പഴയകാലം, മുന്നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങൾ തന്നെ പഴക്കമുള്ള ഒരു സാമൂഹ്യ പ്രക്രിയയിലൂടെ രൂപം കൊണ്ടുവന്ന ഒരു സാമൂഹ്യ സംഘടനാ രൂപമാണ് ജാതി എന്നത്. വർണ്ണ ജാതി വ്യവസ്ഥ എന്ന് പറയാറുണ്ട് ഇന്ത്യയിലെ ഈ സമ്പ്രദായത്തെക്കുറിച്ച്. ചാതുർവർണ്ണ്യം എന്ന ഒരു സാമൂഹ്യ ഘടന ഇന്ത്യയിലെ ബ്രാഹ്മണീക മേധാവിത്വത്തിൻ്റെ കീഴിൽ രൂപം കൊണ്ടുവന്നത് ഒരു 4 വിഭാഗങ്ങളായി സമൂഹത്തെ വേർതിരിക്കുന്ന ഒന്നാണ്. പക്ഷെ ജാതിയിലേക്ക് വരുമ്പോൾ അത് ഏറെക്കുറെ എണ്ണിയാലൊടുങ്ങാത്ത വിധം വിപുലമായ ഒന്നായിരിക്കുന്നു. 30-ൽ പരം പ്രമുഖ ജാതികളും ഏകദേശം 25,000-ഓളം ഉപജാതികളുമുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ നിന്നാണ് ചില സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ ജാതിക്കും അതിൻ്റേതായ ഒരു സാമൂഹ്യ ഘടനയുണ്ട്. മറ്റ് ജാതികളുമായി പരസ്പരം ഇടകലരാത്ത രീതിയിലുള്ള ഒരു സാമൂഹ്യ വിഭജനത്തിൻ്റേതായ ഒരു പ്രക്രിയയാണ് അവിടെയുള്ളത്. അത് ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്നതിനെ സംബന്ധിച്ച് ആധുനിക സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ജനിതക ശാസ്ത്രത്തിൻ്റെ തലത്തിൽ നിന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഒരു ജാതിയിൽപ്പെട്ടവർ മാത്രം പരസ്പരം വിവാഹം കഴിക്കുകയും മറ്റു ജാതികളുമായി ആ രീതിയിൽ വൈവാഹിക ബന്ധത്തിന് തടസ്സം നിൽക്കുകയും ചെയ്യുക വഴി നമ്മുടെ സമൂഹം മുഴുവനും വളരെ ഇടുങ്ങിയ ഉപസമൂഹങ്ങളായി മാറുകയുണ്ടാവും. അത് മനുഷ്യർ തമ്മിലുള്ള ജനിതകമായ ഇടകലരലിന് തടസ്സം സൃഷ്ടിക്കുകയും അതുവഴി ജനിതകമായ ഇടകലരലുകൾ സൃഷ്ടിക്കുന്ന ജൈവികമായ സാധ്യതകളെ വളരെയധികം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന ഒരു വലിയ പരിമിതിയാണ് ജാതി വ്യവസ്ഥ സൃഷ്ടിക്കുന്നത് എന്ന് ഒരു പാരമ്പര്യശാസ്ത്രവും ജനിതക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഗവേഷകർ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണത് എന്ന് ജനിതക ശാസ്ത്രമൊക്കെ ആയിട്ട് കൂടുതൽ ആഴത്തിൽ ബന്ധമുള്ള ഒരാളെന്ന രീതിയിൽ എനിക്കും അങ്ങനെ അഭിപ്രായത്തോട് കൂടുതൽ യോജിപ്പാണുള്ളത്. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജൈവികതയെ അത് വല്ലാതെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഈ ജാതി വ്യവസ്ഥ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ കൂടിക്കലരലാണ് ജനിതക വസ്തുക്കൾ വിവിധ വ്യക്തികളിൽ നിന്ന് പരസ്പരം കൂടിക്കലരുന്നത് വഴി ഉണ്ടാകുന്ന ജൈവിക വൈവിധ്യം വളരെ വിപുലമാണ്. അതിൻ്റെ സാധ്യതകളെയാണ് ഈ ജാതി വ്യവസ്ഥ പരിമിതപ്പെടുത്തുന്നത്. അത് തീർച്ചയായിട്ടും ഒരു മൊത്തത്തിലുള്ളൊരു സമൂഹത്തിൻ്റെ ബുദ്ധിപരവും ആരോഗ്യപരവും ഒക്കെ ആയിട്ടുള്ള വളർച്ചയെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. അത് വളരെ ഗുരുതരമായ രീതിയിൽ ഇന്ത്യൻ സമൂഹത്തെ പിന്നോട്ടടിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും പരിമിതികൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും അത് ഒരു പ്രധാന വിഷയമല്ല നമ്മുടെ മുന്നിൽ ഇപ്പോൾ. നമ്മുടെ മുന്നിലുള്ള വിഷയം ഇന്ത്യയിലെ ഈ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഈ വിഭജനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ഘടനയിൽ
എന്തൊക്കെ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നതുമായും അത് അധികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അധികാരഘടനയിൽ ജാതി വിഭജനത്തെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ വളരെ സജീവമായൊരു പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഇന്ന് ഇന്ത്യയിലെ പാർലമെൻ്ററി ജനാധിപത്യത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. കാരണം ഇത്രയും വലിയ ഒരു സമൂഹം, ലോക ജനസംഖ്യയിൽ 1/6 വരുന്ന ഒരു ജനസംഖ്യ, 140 കോടിയിലധികം വരുന്ന അതിവിപുലമായൊരു ജനസമൂഹം, അനവധി ഭാഷകൾ, അനവധി സംസ്കാരങ്ങൾ, മതങ്ങൾ, പറഞ്ഞ പോലെ ജാതികൾ, ഇതെല്ലാം കൊണ്ട് അങ്ങേറ്റം വൈവിധ്യമാർന്ന സങ്കീർണതകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സമൂഹം. ഇങ്ങനെയുള്ള ഈ സമൂഹം ലോകത്തിൽ ഒരിടത്തും കാണാത്ത രീതിയിൽ, കാരണം ഇത്രയും വിപുലമായൊരു സമൂഹത്തിൽ പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയ താരതമ്യേന ചിട്ടയായി ക്രമബദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ലോക രാഷ്ട്രീയ സമൂഹത്തിൻ്റെ സവിശേഷ ശ്രദ്ധ ഇന്ത്യയിൽ പതിയാനിടയാക്കുന്നത്. ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ വരെ ഇന്ന് ലോക രാഷ്ട്രീയ സമൂഹം നിരീക്ഷിക്കുന്ന, സാഹൂതം നിരീക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത്രമാത്രം വൈവിധ്യമാർന്ന ഈ സമൂഹത്തിൻ്റെ സവിശേഷതകൾ പലരും ശ്രദ്ധാപൂർവം പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തൊട്ട അയൽ രാജ്യമായ സിലോണിൽ വെറും 2 ഭാഷകൾ സംസാരിക്കുന്ന 2 ഭാഷാ സമൂഹങ്ങൾ മാത്രമുള്ള അവിടെ അവർ തമ്മിൽ ജനാധിപത്യപരമായ ഒരു ക്രമീകരണം സാധ്യമല്ലാതെ ദശകങ്ങൾ നീണ്ടുനിന്ന രക്തച്ചൊരിച്ചിൽ, കൂട്ടക്കൊലകൾ അവിടെ നടന്നത് നമുക്കറിയാം. വെറും 2 ഭാഷകൾ മാത്രമുള്ള ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിയായിരുന്നു അത്. അതുമായി താരതമ്യം ചെയ്താണ് ഇന്ത്യൻ സമൂഹത്തെ കൂടി കാണേണ്ടത്. ഞാനീ പറഞ്ഞ പോലെ ഇത്രയും ബൃഹത്തായ ഈ സമൂഹത്തിൽ വളർച്ചയെത്തിയ 30-ൽ പരം ഭാഷകളും അസംഖ്യം ചെറുഭാഷകളും എല്ലാം ഉള്ള ഒരു സമൂഹം താരതമ്യേന ചിട്ടയായി ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ നിലനിന്നു പോകുന്നു. ഈ വ്യത്യസ്ത ഭാഷാ സമൂഹങ്ങൾ സമീപകാലത്ത് ഒരു വലിയ ചർച്ചാ വിഷയം കൂടിയായിട്ടുണ്ട്. ഇന്ത്യൻ ഫെഡറലിസം എന്നുള്ളത് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷാ സമൂഹങ്ങൾക്കെല്ലാം തന്നെ തനതായ രാഷ്ട്രീയ ഘടന നിലനിർത്താനും രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാനും ഒക്കെയുള്ള വളരെ ശക്തമായൊരു ഫെഡറൽ സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അത് താരതമ്യേന ആരോഗ്യകരമായി തന്നെ അത് നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഈ വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഈ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ജാതി സൃഷ്ടിക്കുന്ന മറ്റൊരു തരത്തിലുള്ള നിഷേധാത്മകമായ ഘടകങ്ങൾ വളരെ ശക്തമാണ്. ജാതി ഞാൻ പറഞ്ഞതുപോലെ വിഭജനത്തിൻ്റേതായ ഒന്നാണ്. സമൂഹത്തെ വളരെ അനാരോഗ്യകരമായി വിഭജിച്ച് നിർത്തുന്ന ഒന്നാണ് ജാതി സമ്പ്രദായം എന്ന് പറയുന്നത്. പരസ്പരം ഇടകലരാൻ കഴിയാത്ത വിധം സമൂഹങ്ങളെ ചെറു ചെറു ഗ്രൂപ്പുകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ. അപ്പം അതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള സാമൂഹ്യ വൈജാത്യങ്ങളും സാമൂഹ്യ സങ്കീർണതകളും ഈ ജാതി സെൻസസിലൂടെ വെളിപ്പെടുത്തു വരുമെന്നുള്ളതാണ് ജാതി സെൻസസ് നടന്നാലുള്ള ഗുണകരമായ അവസ്ഥ. അത് ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ ഏറ്റവും അധികം സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത, അതിൻ്റെ ഗുണകരമായ വശം. പക്ഷെ അതിന് ഭയപ്പെടുന്ന വിഭാഗങ്ങളും അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ഭയപ്പെടുന്ന അധികാരശക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 ചേരികൾ ഉണ്ടാകുന്നത് തന്നെ. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ നമുക്കറിയാം. ഡോക്ടർ അംബേദ്കറും രാം മനോഹർ ലോഹ്യക്ക് പോലെ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ളവരായിരിക്കുമ്പോൾ തന്നെയും ഇന്ത്യൻ ജാതി യാഥാർത്ഥ്യത്തെ വസ്തുതാപരമായി ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ ശ്രമിച്ചവരാണ് അവരൊക്കെ.
തീർച്ചയായിട്ടും ആധുനിക ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൃഷ്ടിയിൽ അവർ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ ഈ സങ്കീർണതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്ത്യൻ മതേതര ജനാധിപത്യ ഘടനയുടെ സ്വഭാവങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൽ ഇവരുടെയൊക്കെ പഠനങ്ങളും അവരുടെ അതേക്കുറിച്ചുള്ള അറിവുകളും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നിപ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനാധിപത്യം ഇത്ര സങ്കീർണമായ രീതിയിൽ പോലും നിലനിന്ന് പോരുന്നതിൻ്റെ വലിയ തകരാറുകളൊന്നുമില്ലാതെ നിലനിന്ന് പോരുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളും തന്നെയാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ ഇന്ത്യയുടെ മതേതരത്വം സൃഷ്ടിക്കുന്നതിൽ ഗാന്ധിജിയുടെ സംഭാവനയും ചെറുതൊന്നുമല്ല. 1920 കോൺഗ്രസിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ബാലഗംഗാധര തിലകൻ മരിച്ചപ്പോൾ മഹാത്മാഗാന്ധിയുടെ കയ്യിലേക്കാണ് ആ നേതൃത്വ ഉത്തരവാദിത്വം വന്നുവിടുന്നത്. അന്ന് മഹാത്മാഗാന്ധി ആയിട്ടില്ല അദ്ദേഹം. താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഗാന്ധിജി അന്ന് എടുത്തൊരു സമീപനമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇനിയുള്ള ഭാവി ഹിന്ദു മുസ്ലിം സിഖ് സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിരിക്കും എന്ന ശക്തമായൊരു പ്രസ്താവമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അത് അദ്ദേഹം 48 കൊല്ലപ്പെടുന്നത് വരെ ഒരുപക്ഷെ ഈ നിലപാട് കൊണ്ട് തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും വേണേൽ പറയാം. കൊല്ലപ്പെടുന്നത് വരെ അദ്ദേഹം അത് പാലിക്കുകയുണ്ടായി. ഇന്ത്യൻ ഗ്രാമാന്തരങ്ങളിലേക്ക് ഈ മതസൗഹാർദ്ദ സന്ദേശം എത്തിക്കുന്നതിൽ ഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ സവിശേഷമായ പ്രായോഗിക ബുദ്ധിയും പ്രവർത്തിക്കുകയുണ്ടായി. ഈശ്വര അള്ളാ തേരെ നാം പോലൊക്കെയുള്ള പ്രാർത്ഥനാഗാനങ്ങൾ സാധാരണ ഗ്രാമീണ ജനങ്ങളിലേക്ക് മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം എത്തിക്കുന്നതിൽ വഹിച്ച പങ്ക് ചെറുതല്ല. അത്തരം ഒരു മതേതര അടിത്തറ, മതേതരത്വം എന്ന ഒരു വാക്ക് ഗാന്ധിജി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ജനാധിപത്യം എന്നും പറയാറില്ല. പക്ഷെ അദ്ദേഹം സൃഷ്ടിച്ച മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തെയാണ് അംബേദ്കറും ജവഹർലാൽ നെഹ്റുവൊക്കെ പിന്നീട് വന്ന ആധുനിക ഇന്ത്യൻ ജനാധിപത്യ ഘടനയുടെ സാമൂഹ്യ അടിത്തറയായി ഉപയോഗിച്ചു. ആ സാമൂഹ്യ അടിത്തറ ശക്തമായി തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ഈ ഗാന്ധിജിയുടെ മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല. ഇന്ത്യൻ സമൂഹം പണ്ട് മുതലേ തന്നെ, ഇന്ത്യൻ ഗ്രാമീണ സമൂഹം പണ്ട് മുതലേ തന്നെ മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതം തന്നെയായിരുന്നു. ഹിന്ദു മുസ്ലിം മറ്റ് വിവിധ അനവധി ജാതി മത സമൂഹങ്ങളെല്ലാം കൂടിക്കലർന്ന് സാഹോദര്യ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇന്ത്യൻ സമൂഹം നിലനിന്ന് പോന്നിരുന്നത്. പക്ഷേ അതിന് ആധുനിക രാഷ്ട്രീയ ഘടനയുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് ഗാന്ധിജിയും തുടർന്ന് അംബേദ്കറും നെഹ്റുവൊക്കെ അതിനെ രൂപപ്പെടുത്തിയെടുത്തു എന്നതുമാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സാമൂഹ്യ ഘടന ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇന്നത്തെ മതഫാസിസത്തിൻ്റെ ശക്തികൾ, കൃത്യമായി പറഞ്ഞ ഹിന്ദുത്വ ശക്തികൾ, മതഫാസിസത്തിൻ്റേതായ രാഷ്ട്രീയ ഘടന ഉപയോഗിച്ചുകൊണ്ട് ഈ വൈജാത്യങ്ങളെയും ഇതിൻ്റെ മതേതര സ്വഭാവത്തെയൊക്കെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന വളരെയധികം അപകടകരമായൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. പക്ഷേ എൻ്റെ കാൽപ്പനികമെന്നൊക്കെ പറയാവുന്ന ഒരു ചിന്തയായിരിക്കാം ഞാനിപ്പോഴും കരുതുന്നത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ സൃഷ്ടിച്ചെടുത്ത ആ മതസൗഹാർദ്ദത്തിൻ്റേതായ മതേതര അടിത്തറ അത്ര എളുപ്പത്തിൽ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് തകർക്കാനാവില്ലെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും പല രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയൊക്കെ തന്നെ അധികാരം പിടിച്ചെടുക്കാനും നിലനിർത്താനും ഒക്കെ അവർക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ ഇനി 1920 ഈ വർഷം നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലും അവർ 3-ാം തവണ അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ പോലും ഈ ജനാധിപത്യ ഘടനയുടെ അതിജീവനത്തെ എന്താ പറയുക, പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ എല്ലാ ദൗർബല്യങ്ങളോടുകൂടി നോക്കുമ്പോഴും വളരെ ശക്തമായ അടിത്തറയുള്ള
ഒരു രാഷ്ട്രീയ ഘടന തന്നെയാണത് എന്നാണ് ഞാൻ കരുതുന്നത്. ഏകദേശം 30-35% വരുന്ന ഇപ്പോഴത്തെ BJPയുടെ ഹിന്ദുത്വ വോട്ട് കൊണ്ട് മാത്രം ആ ഒരു ഘടനയെ അട്ടിമറിക്കാനാകില്ല എന്ന് ഞാൻ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും ബാക്കി അവശേഷിക്കുന്ന 65% ഒന്നിച്ചു നിൽക്കാനൊന്നും തയ്യാറായിട്ടില്ല. അവർക്കിടയിൽ പല രീതിയിലുള്ള വിഭജന പ്രക്രിയകളും ചേരിതിരിവുകളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്, സംശയമില്ല. പക്ഷെ അപ്പോൾ പോലും ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ സമൂഹം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തന്നെയാണ് ചരിത്രപരമായി നമുക്ക് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഘടകവും. ഏതായാലും ഇന്ത്യൻ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ ഗുരുതരമായൊരു സാഹചര്യത്തിൽ ഈ ജാതി സെൻസസ് എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഉപഘടകം മാത്രമായി വരുന്ന ഒരു പ്രശ്നമാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാനിതിൻ്റെ പൊതു പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചത്. ജാതി സെൻസസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ വിവിധ ജാതി സമൂഹങ്ങളുടേതായ ചേരിതിരിവിൻ്റെ സ്വഭാവം, ഘടന, അതെത്രത്തോളം എങ്ങനെയൊക്കെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വസ്തുതാപരമായ ചിത്രം ലഭ്യമാക്കാൻ ജാതി സെൻസസിന് കഴിയും. അതുവഴി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും ആവശ്യത അനുഭവിക്കുന്ന ജാതി വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ, അതിൻ്റെ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവയെ മറികടക്കാൻ, പരിഹരിക്കാനൊക്കെ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഈ ജാതി സെൻസസ് സഹായകമായി തീരുമെന്നതാണ് അതിൻ്റെ ഗുണാത്മകമായ വശം. അത് ഇഷ്ടപ്പെടാത്ത ശക്തികൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഹിന്ദു സമൂഹത്തെ മുഴുവൻ തന്നെ ഒരൊറ്റ സമൂഹമായി കണ്ടുകൊണ്ട് മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ കുത്തക കൈയടക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് മോദി ഉൾപ്പെടെയുള്ളവർ ജാതി സെൻസസിനെ എതിർക്കുന്നത്. ജാതി സെൻസസിലൂടെ പുറത്തു വരുന്ന ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രം, അതനുസരിച്ച് ഇടപെടേണ്ട സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഇടപെടലിൻ്റേതായ രീതികൾ ആവിഷ്കരിക്കാനുള്ള സാഹചര്യങ്ങൾ, യഥാർത്ഥത്തിൽ അതാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാൻ ഉതകുന്ന, അല്ലെങ്കിൽ അതിനെ ഏറ്റവും പുരോഗമനപരമായ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന ഘടകം. അതിന് സഹായകമായ വസ്തുതകളാണ് ജാതി സെൻസസിലൂടെ പുറത്തു വരാൻ പോകുന്നത്. അത് നടന്നു കഴിഞ്ഞാൽ, അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോഴും ഇത് നടത്താനുള്ള തീരുമാനമായിട്ടില്ല. ബീഹാറിലാണ് ഇപ്പോൾ അത് നടത്താനുള്ള തീരുമാനവും അതിൻ്റെ പ്രക്രിയകളും മുന്നോട്ട് പോയത്. അതൊരു വലിയ പരിധിവരെ മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് സൃഷ്ടിക്കുന്ന പൊതുവായ ഒരു ആശയലോകം ഇന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി മാറുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ജാതി സെൻസസിലൂടെ നമ്മൾ തിരിച്ചറിയാൻ പോകുന്ന ആ യാഥാർത്ഥ്യം, അത് നമ്മുടെ സാമൂഹ്യ ഘടനയുടെ ലോകത്തിലെ മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു സാമൂഹ്യ ഘടനയുടെ കൃത്യമായ ചിത്രം അത് പുറത്തു കൊണ്ടുവരുമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാവി വളർച്ചയ്ക്ക്, ഭാവി മുന്നേറ്റത്തിന് സഹായകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനാകുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് ആവശ്യമാണ് എന്ന നിലപാട് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്നത്. അത് സൃഷ്ടിക്കുന്ന ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ചിത്രം നമുക്കതിൽ നിന്ന് ലഭിക്കും എന്നുള്ള വിഷയമാണത്. ഇന്ത്യയുടെ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയുടെ പ്രാധാന്യത്തിലേക്ക് എത്തി നോക്കാൻ കഴിയുക. നമുക്കറിയാവുന്നതുപോലെ ഈ സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സംഭവ വികാസമാണ് ബാബറി മസ്ജിദിലൂടെ ഉയർന്നു വന്നത്. 1949 ഡിസംബർ 22 എന്ന് പറയാം, ഒരു സംഘം ബാബറി മസ്ജിദിൽ ഒരു സംഘം ഹിന്ദുക്കൾ 50-60 പേരെന്നാണ് പറയുന്നത്, ഒരു രാമവിഗ്രഹം കൊണ്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ വിഭാഗം മുസ്ലിങ്ങൾ ആരാധന നടത്തിക്കൊണ്ടിരുന്ന വളരെ പുരാതനമായ വലിയൊരു പള്ളിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ആരാധനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
മുസ്ലിങ്ങൾ ആരാധന കഴിഞ്ഞ് പോയ സമയത്താണ് ഈ ഡിസംബർ 22-ാം തീയതി അർദ്ധരാത്രിക്ക് ഒരു സംഘം രാമഭക്തർ അവരുടെ രാമായണ പൂജയ്ക്കൊക്കെ എല്ലാം ശേഷം ഒരു രാമവിഗ്രഹം അവിടെ കൊണ്ട് സ്ഥാപിക്കുന്നത്. അന്ന് വല്ലഭായ് പന്താണ് ആഭ്യന്തരമന്ത്രി. അഖിലേന്ത്യാ തലത്തിൽ ജവഹർലാൽ നെഹ്റു ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് അതിലിടപെട്ട് അത് നീക്കം ചെയ്യാനൊക്കെയുള്ള ആലോചനകൾ നടന്നെങ്കിലും അത് പല രീതിയിലുള്ള ഇടപെടലുകളിലൂടെ അത് പെട്ടെന്ന് സാധ്യമാകാതെ വരികയാണ്. ഒരു മലയാളിയായ ജില്ലാ മജിസ്ട്രേറ്റ്, ആലപ്പുഴക്കാരനൊരു കെ നായർ ആണ് അന്നവിടെ ജില്ലാ മജിസ്ട്രേറ്റായിരുന്നത് അയോധ്യയിൽ. അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് അത് അവിടുത്തെ ആരാധന തൽക്കാലത്തേക്ക് നിരോധിക്കുകയും ഏറെക്കുറെ അത് പൂട്ടിയിട്ട അവസ്ഥയിൽ വരികയും ചെയ്യുകയുണ്ടായി. പിന്നീട് അത് തുറക്കുന്നത് പലപ്പോഴും നമ്മുടെ രാജീവ് ഗാന്ധിയുടെ വലിയൊരു രാഷ്ട്രീയ വീഴ്ചയായി പലരും ചൂണ്ടിക്കാണിക്കാറുള്ള കാര്യം. 1986 കാലഘട്ടത്തിൽ ഈ ബാബറി മസ്ജിദ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിലൊരു കേസ് വരികയും കോടതി അത് തുറക്കുന്നതിന് അനുകൂലമായ തീരുമാനമെടുക്കുകയും ചെയ്ത സമയത്ത് രാജീവ് ഗാന്ധിക്ക് അതിലിടപെട്ടുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് അപ്പീൽ പോകാനും അതിനെ തടയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് രാജീവ് ഗാന്ധി തയ്യാറായില്ല. ഈ കോടതിയുടെ പശ്ചാത്തലത്തിൽ ബാബറി മസ്ജിദ് 1986 ജനുവരിയിൽ രാജീവ് ഗാന്ധി തുറന്നു കൊടുക്കുകയുണ്ടാവുന്നു. അന്ന് ഹിന്ദുത്വ ശക്തികൾക്ക് പെട്ടെന്നൊന്നും അതിൻ്റെ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും പടിപടിയായി ഹിന്ദുത്വ ശക്തികൾ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിൽ ഇടപെടുകയുണ്ടായത്. രാജീവ് ഗാന്ധിയുടെ നിലപാടുണ്ടായിരുന്നത് പള്ളി അങ്ങനെ തന്നെ തുടരുക, രാമവിഗ്രഹത്തിന് പകരമായി സമീപ സ്ഥലത്ത് തന്നെ ഒരു രാമക്ഷേത്രം പണിയുക. അങ്ങനെ പള്ളിയും രാമക്ഷേത്രവും ഒരുമിച്ച് നിർമ്മിച്ചുകൊണ്ട് രണ്ട് വിഭാഗത്തെയും പ്രീണിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ട് വിഭാഗത്തിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു രാജീവ് ഗാന്ധിയുടെ നിലപാട്. പക്ഷേ ഈ വിഷയത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു ഹിന്ദുത്വ ശക്തികളിലെ ഒരു വിഭാഗം അതിനെ എതിർക്കുകയും പള്ളി പൊളിച്ച് തന്നെ രാമക്ഷേത്രം വേണമെന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യേണ്ടായി. അതാണ് 80കളുടെ അവസാനത്തെ വർഷങ്ങളിൽ ഒരു ബാബറി മസ്ജിദ് പ്രക്ഷോഭം എന്ന രീതിയിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നത്. പക്ഷെ അന്ന് അതിനെ തടയിടാൻ കഴിയുന്ന രീതിയിലുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഉയർന്നു വരികയുണ്ടായി. അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പുനരാവിഷ്കരണം എന്ന് പറയാൻ കഴിയില്ല. അടിയന്തരാവസ്ഥ കഴിയുന്നതിന് ശേഷം അധികാരത്തിൽ വന്ന മൊറാർജി ദേശായി ഗവൺമെൻറ്, ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായി ഗവൺമെൻറ്റാണ് ഇന്ത്യയിലെ സാമൂഹ്യ ഘടനയെക്കുറിച്ചുള്ള ഒരു കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കാനായി BP മണ്ഡൽ എന്ന പാർലമെൻറ്റ് മെമ്പറെ ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ട് തയ്യാറായി വരുമ്പോഴേക്കും മൊറാർജി ദേശായിയൊക്കെ പുറത്തുപോയി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നിരുന്നു. 1980 ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ കിട്ടിയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അവർ അലമാരയിൽ പൂട്ടിവെച്ചു. ആരും അറിഞ്ഞു പോലുമില്ല അത്. പിന്നീട് 1986-88 കാലഘട്ടത്തിൽ VP സിംഗ് കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു വന്ന് ലോഹിയറ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രതീതികളായ UP, ബീഹാർ സംസ്ഥാനങ്ങളിലെ ജനതാദൾ പ്രസ്ഥാനത്തെ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പൊടിതട്ടിയെടുക്കുകയും അതിൽ പറയുന്ന സംവരണ നിയമങ്ങൾ, സംവരണത്തെ സംബന്ധിക്കുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ 50% എന്താ പറയുക, സംവരണത്തെ ബാധകമാക്കാത്ത രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു സുപ്രീം കോടതി റൂളിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കി വരുന്ന 49% എന്ന രീതിയിൽ എടുത്തുകൊണ്ടാണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശം വച്ചത്. 22% 17+5 എന്ന രീതിയിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം ഭരണഘടനാപരമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവശേഷിക്കുന്ന 27%. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രധാന ലക്ഷ്യം പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം, പ്രത്യേകിച്ചും ഉയർന്ന ക്ലാസ് 1, ക്ലാസ് 2 ജോലികൾ, അഖിലേന്ത്യാ തലത്തിലുള്ള IAS, IPS പോലുള്ള
ജുഡീഷ്യൽ നിയമനങ്ങൾ വരെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ക്ലാസ് 1, ക്ലാസ് 2 ജോലികളിലെ സംവരണത്തിൻ്റെ വിഷയമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമായിട്ട് മുന്നോട്ട് വച്ചിരുന്നത്. 27% സംവരണം ആ രംഗത്തേക്ക് പ്രയോഗിക്കാമെന്ന തീരുമാനമാണ് കോടതിയിലൂടെ പൊന്തി വരുന്നത്. ഈ 27% സംവരണം 52% പിന്നോക്ക സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. 22% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, 12-13% സവർണ വിഭാഗങ്ങൾ. അപ്പോൾ അന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയിലെ ഈ ക്ലാസ് 1, ക്ലാസ് 2 ജോലികളിൽ 75-80% ഈ 12% വരുന്ന സവർണരുടെ കൈകളിലാണ് എത്തിപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി 88% വരുന്ന മറ്റ് ജനവിഭാഗങ്ങളിലേക്ക് എല്ലാമായിട്ട് അത് ബാധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കോടതി വിധികളൊക്കെ നിമിത്തം അത് സാധ്യമല്ല. അവസാനം 27% ഈ സംവരണം സാധ്യമാകുന്ന മേഖലയായി വന്നത്. അതാണ് പിന്നീട് അതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ നടപ്പിലാക്കാൻ VP സിംഗ് തയ്യാറായത്. ഇത് തീർച്ചയായും ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന സവർണ മേധാവിത്വ ശക്തികൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയുണ്ടായി. കാരണം അവർണ സവർണ ധ്രുവീകരണം എന്ന ഒരു വിഷയമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ഹിന്ദു സമൂഹത്തെ ജാതിപരമായി വർണ്ണഘടനയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന ഒരു പ്രക്രിയയുടെ പ്രശ്നമായി അത് പൊന്തി വന്നു. അത് ഹിന്ദു സമൂഹത്തിൻ്റെ ഐക്യത്തെ, ഹിന്ദു സമൂഹത്തെ മുഴുവനും കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന, ബാബറി മസ്ജിദിനെ തുടർന്ന് വളർന്നു വരാൻ ശ്രമിച്ചിരുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് വലിയൊരു ആഘാതമായി മാറുകയുണ്ടായി. അതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ VP സിംഗിലൂടെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത്. പക്ഷെ ഇതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്ന രീതിയിൽ അക്കാലത്തെ LK അദ്വാനി നടത്തുന്ന ഒരു രഥയാത്രയുണ്ട് ഇന്ത്യയിൽ മുഴുവൻ തന്നെ. അന്ന് ബീഹാറിലെ ലാലു പ്രസാദ് യാദവാണ് ആ രഥയാത്രയെ തടയുന്നത്. ലാലു പ്രസാദ് യാദവ് മാത്രമാണെന്നത്. ഇന്നും ഇപ്പോഴും ബീഹാറിൽ ഈ ജനതാദൾ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ശക്തി, ഈ ഹിന്ദുത്വ ശക്തികളെ നേരിടുന്നതിലൊരു പ്രധാന ശക്തിയായി ഇപ്പോഴും നിൽക്കുന്ന ജനതാദൾ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ശക്തിയായി ഇന്നും നിലനിൽക്കുന്ന ലാലു പ്രസാദ് യാദവിനെ പോലുള്ളവർക്കാണ് അന്ന് അത് തടയാനുള്ള ധൈര്യം ഉണ്ടായത്. LK അദ്വാനിയെ തടഞ്ഞു നിർത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാൻ അന്ന് ലാലു പ്രസാദ് യാദവ് തയ്യാറാവുകയുണ്ടായി. അപ്പോൾ ഈ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചതൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സവർണവൽക്കരണ ഘടന ഒരു വശത്തും അതിൻ്റെ സവർണാവർണ ധ്രുവീകരണത്തിൻ്റേതായ പ്രക്രിയ മറുവശത്തും എന്ന രീതിയിൽ സമീപകാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത് വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ശരി, അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ആരൊക്കെ വിജയിച്ചു എന്ന് നോക്കുമ്പോൾ പിൽക്കാല ചരിത്രം കാണുന്നത് ഹിന്ദുത്വ ശക്തികൾക്കാണ് അതിൽ മുൻകൈ ലഭിച്ചിരിക്കുന്നത് എന്നാണ്. നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരാൾ ഗുജറാത്തിൽ നടന്ന ഏറ്റവും മൃഗീയമായ വലിയ കൂട്ടക്കൊലയ്ക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വിസ പോലും നിഷേധിക്കപ്പെട്ട ഒരു ഒരു ക്രൂരനായ രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ, ഒരു ജനാധിപത്യ സ്വഭാവമില്ലാത്ത രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വിസ നിഷേധിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു നരേന്ദ്രമോദി. 2002 ഗോധ്ര കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു ട്രെയിൻ അപകടം പറഞ്ഞുകൊണ്ട് ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വലിയൊരു കൂട്ടക്കൊല ഗുജറാത്തിൽ നടന്നപ്പോൾ അതിന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ എല്ലാവിധ പരോക്ഷ പിന്തുണയും നൽകിയ ഒരാളെന്ന രീതിയിലുള്ള തിരിച്ചറിവാണ് അന്ന് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ മോദിക്കെതിരായി ഈ വിസ നിഷേധനത്തിന് കാരണമായിരുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് പിന്നീട് വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട്, ഗുജറാത്തിൽ തന്നെ വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് അഖിലേന്ത്യാ തലത്തിലേക്ക് ഉയർന്നു വരാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഹിന്ദുത്വ ശക്തികളുടെ RSSൻ്റെയും വളരെ സംഘടിതമായ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ 100 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന RSSൻ്റെയൊക്കെ കരുനീക്കങ്ങളുടെ ഫലമായിട്ടാണ് ആ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായതെന്ന് നമുക്കറിയാവുന്നതാണ്. ഏതായാലും അതിൽ കൂടി ഉയർന്നു വന്ന ആ ഒരു
ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയെ തടുത്തു നിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യം ഇവിടെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിൽ വളർന്നു വരുന്നില്ല എന്നതാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ജാതി സെൻസസ് എങ്ങനെ ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറുന്നു എന്നുള്ള വിഷയം നമ്മൾ പരിശോധിക്കേണ്ടത്. ജാതിപരമായ ഘടനകൾ, ഇന്ത്യയുടെ വിവിധ എല്ലാ മേഖലകളിലുള്ള ജാതി സമൂഹങ്ങളുടെ ഘടനകളുടെ ചിത്രം പുറത്തു വരുന്നത് കൊണ്ട് ജനാധിപത്യ ശക്തികൾക്ക് എന്ത് ഗുണമുണ്ട് എന്നുള്ള ചോദ്യം ന്യായമാണ്. പ്രത്യക്ഷത്തിൽ ഗുണമൊന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ അത് സഹായിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രധാന വശം. ജാതി സെൻസസിലൂടെ ഇന്ത്യൻ സമൂഹം എങ്ങനെയൊക്കെയാണ് വിഭജിക്കപ്പെട്ട് നിൽക്കുന്നത്, ആ വിഭജനത്തിൻ്റെ സ്വഭാവങ്ങൾ എന്താണ്, അതിൽ ഒരുമിപ്പിക്കാവുന്ന വിഭാഗങ്ങളെ ആരെല്ലാമാണ്, വേർതിരിച്ചു നിർത്തേണ്ട വിഭാഗങ്ങൾ ആരെല്ലാമാണ് എന്നുള്ള കൂടുതൽ വസ്തുനിഷ്ഠമായ ഒരു ചിത്രം ലഭ്യമാക്കാൻ ജാതി സെൻസസ് സഹായകമാകുമെന്നതാണ് യാഥാർത്ഥ്യം. ആ അർത്ഥത്തിലാണ് ഭാവി ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സ്വഭാവത്തെ വളർത്തിയെടുക്കുന്നതിന് ജാതി സെൻസസിലൂടെ ലഭ്യമാകുന്ന വസ്തുനിഷ്ഠമായൊരു ചിത്രം എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിലുള്ളത്. അത് തീർച്ചയായിട്ടും ഭാവിയിൽ ജാതി സെൻസസ് നടക്കില്ലേ, അത് എത്രത്തോളം ആകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുള്ളൂ. ജാതി സെൻസസ് നടത്തിക്കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി സമൂഹത്തെ, ഇന്ത്യൻ സമൂഹത്തെ എങ്ങനെ വികസിപ്പിക്കാമെന്നുള്ളത് കൂടുതൽ വിദൂരമായൊരു ലക്ഷ്യമായി കാണേണ്ട ഒന്നാണ്. അത് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഉയർന്നു വരുന്ന വിഷയമല്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ശരിയാണത്. പക്ഷേ ജാതി സെൻസസ് നൽകുന്ന ചിത്രം കൂടുതൽ വസ്തുനിഷ്ഠമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ സമൂഹം വിഭജിക്കപ്പെട്ട് നിൽക്കുന്നത്? തീർച്ചയായിട്ടും ആ വിഭജനം മുഴുവൻ തന്നെ നിഷേധാത്മകമല്ല. ആ വിഭജനത്തിൽ പരസ്പരബന്ധിതമായി ഒരേ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും ധ്രുവീകരിക്കപ്പെടുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഫലമായി പല രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനസമൂഹങ്ങളുടെ കൃത്യമായൊരു ചിത്രം നമുക്ക് ലഭിക്കും. ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയൊക്കെ ആർക്കൊക്കെ ഏതെല്ലാം വിഭാഗങ്ങൾക്ക് പിന്തുണയും സഹകരണവും നൽകിക്കൊണ്ടാണ് ഈ ഇന്ത്യൻ സമൂഹത്തെ വളരെ പൊതുവായ വലിയൊരു ജനാധിപത്യ മതേതര സമൂഹമാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയുക എന്നുള്ള ആ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഇത് സഹായകമായി തീരും എന്ന വസ്തുതയുള്ളത്. അത് ആ അർത്ഥത്തിലാണ് ജാതി സെൻസസ് ഒരു വസ്തുതാപരമായ ഒരു കണക്കെടുപ്പ് എന്ന രീതിയിൽ മാത്രമാണ് അതിനെ പരിഗണിക്കേണ്ടത്. അത് ശാസ്ത്രീയമായ രീതിയിലും ആരോഗ്യകരമായ രീതിയിലും ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്ന രാഷ്ട്രീയ ശക്തികളുടെ കൈകളിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുമുള്ളൂ എന്നതാണ് വസ്തുത. ആ രീതിയിലുള്ള ഒരു സാമൂഹ്യമായ പൊളിച്ചെഴുത്തിലേക്ക് നീങ്ങാൻ ഈ ജാതി സെൻസസ് നമുക്ക് സഹായകമായി തീരും എന്നതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് പിന്തുണയ്ക്കപ്പെടേണ്ടത്. അതിനെ പിന്തുണയ്ക്കാനായിട്ട് പൊതുവിൽ മതേതര ജനാധിപത്യ ശക്തികളൊക്കെ തന്നെ അതിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതും പൊതുവായി അത്തരം ഒരു സമീപനത്തിൽ നിന്നുകൊണ്ടാണെന്ന് കാണാൻ കഴിയും. അതിൻ്റെ പ്രായോഗിക രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇനി മുന്നോട്ട് വരാനുള്ളത് നമുക്കിപ്പോൾ പൂർണ്ണമായി സങ്കല്പിക്കാൻ കഴിയുകയില്ലെങ്കിൽ തന്നെയും ഏറെക്കുറെ ചില സൂചനകൾ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ ജനാധിപത്യ മതേതര ഘടനയുടെ അത് എത്രമാത്രം അപകടത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യം, ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മുന്നണി ഉണ്ടായെങ്കിൽ തന്നെയും അതിന് തന്നെ കെട്ടുറപ്പോടി നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, അതിൽ തന്നെ ശക്തമായൊരു നേതൃത്വം ഇല്ലാതെ വരുന്ന അവസ്ഥ തുടങ്ങിയിട്ടുള്ള വലിയ ദൗർബല്യങ്ങളുണ്ട്. അപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരു ശക്തമായ ഇപ്പോൾ മോദി എന്ന ഒരു നേതൃത്വ ശക്തിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ BJP പോലുള്ള RSSൻ്റെ പിന്തുണയോടുകൂടിയുള്ള വലിയൊരു രാഷ്ട്രീയ സംഘടനാ രൂപം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത്
ആ രീതിയിലുള്ള ഒരു കേന്ദ്രീകൃത നേതൃത്വവും ഘടനയും ഇല്ലെങ്കിലും ഞാൻ നേരത്തെ സൂചിച്ച പോലെ അനവധി ഭാഷകളും വൈവിധ്യമാർന്ന സാമൂഹ്യ സാഹചര്യങ്ങളുമൊക്കെയുള്ള ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ഈ വൈവിധ്യവൽകൃത ശക്തികൾക്ക് വലിയൊരു പ്രസക്തിയുണ്ട്. അത് ചെറുതല്ല. അവ എങ്ങനെ ഒറ്റ ഒരു കേന്ദ്രീകൃത നേതൃത്വം കീഴിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ശക്തികൾക്ക് മുന്നേറാനാകൂ എന്ന് കരുതുന്നതും ശരിയല്ല. ഇപ്പോഴത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൊതുവിൽ ഹിന്ദുത്വ ശക്തികൾക്ക് സമീപകാലത്ത് കർണാടകത്തിൽ വീണ്ടും അവരൊരു ശക്തിയൊക്കെ ആയിട്ട് വളരാൻ ശ്രമിച്ചെങ്കിൽ തന്നെയും അവർക്ക് അവിടെയും തിരിച്ചടി നേരിടേണ്ടി വരും. പൊതുവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പിന്നെ ഏറെക്കുറെ പൂർവേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വ ശക്തികൾക്ക് വലിയ സാമൂഹ്യ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ശരിക്കും ഹിന്ദി ബെൽറ്റ് എന്നൊക്കെ പറയാവുന്ന UP ബീഹാർ മേഖലയിലാണ് ഹിന്ദുത്വ ശക്തികൾക്ക് ശക്തമായ സാമൂഹ്യ അടിസ്ഥാനം എന്ന് പറയാവുന്നത് ഉള്ളത്. അവിടെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോഹിറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലും അതുപോലെ അംബേദ്കറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലും അവിടെയും ബദലായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ 35% വോട്ട് കൊണ്ട് അധികാരത്തിലെത്തിയ ഹിന്ദുത്വ ശക്തികൾക്ക് ഇന്ത്യയുടെ മൊത്തം ഭാവിയെ നിർണ്ണയിക്കാവുന്ന രീതിയിലുള്ള ഒരു ആധിപത്യ ഘടന അവരുടെ കയ്യിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റ് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യം എങ്ങനെ വിഘടിച്ചെടുക്കുമ്പോൾ പോലും അവർക്ക് എങ്ങനെ ഐക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് 24-ലെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരിധി വരെയൊക്കെ തന്നെ ആ രീതിയിലുള്ള ഒരു ഐക്യം യാഥാർത്ഥ്യമാകാനിടയുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. സമീപകാലത്ത് മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള 4-5 സംസ്ഥാനങ്ങളിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റമുണ്ടായി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും മോദിയുടെ പ്രായോഗിക തലത്തിലുള്ള പല നടപടികളും സാധാരണ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന രീതിയിൽ 1919-ലെ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ജനങ്ങളെ കയ്യിലെടുത്തത് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ടാണ്. എല്ലാ കുടുംബങ്ങൾക്കും ഗ്യാസ് സിലിണ്ടർ എത്തിക്കുക, കക്കൂസുകൾ പണിത് കൊടുക്കുക തുടങ്ങിയ വളരെ പ്രാഥമിക തലത്തിലുള്ള ജനകീയ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവിടേക്കെല്ലാം കടന്നു ചെന്ന് എല്ലാവർക്കും ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയൊക്കെയുള്ള ചെറിയ ചില സാമൂഹ്യ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ മോദിക്ക് കഴിയുകയുണ്ടായി. ഇത്തവണ ആ രീതിയിലുള്ള ഒരു തന്ത്രങ്ങളല്ലെങ്കിൽ തന്നെയും രാമക്ഷേത്രത്തിലൂടെ ഇപ്പോൾ മധുരയിലെ കൃഷ്ണക്ഷേത്രം ഇതിനെല്ലാം ഉയർത്തിക്കൊണ്ട് ഗ്യാൻവാപി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉത്തരേന്ത്യയിലൊരു തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ശരിയാണ്. രാമക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂല ഘടകവുമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ മതേതര ജനാധിപത്യ ശക്തികളുടെ സാധ്യതകളും പരിമിതമല്ല. അവർക്കും വളരെ ചിതറിക്കിടക്കുന്ന രീതിയിലൊക്കെയാണ് അവരുടെ ശക്തികൾ നിലനിൽക്കുന്നത് എങ്കിൽ തന്നെയും ജനാധിപത്യ മതേതര ഘടനയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമായ ചില ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയൊരു നേതൃത്വ ശക്തിയായിട്ട് അവർക്ക് ഉയർന്നു വന്നിട്ടില്ലെങ്കിൽ തന്നെയും കൂട്ടുകെട്ടിലൂടെ പ്രാദേശിക തലത്തിലുള്ള കൂട്ടുകെട്ടുകളിലൂടെയൊക്കെ തന്നെ ആ രീതിയിലുള്ള ഒരു ഗുണകരമായ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ജാതി സെൻസസ് പോലുള്ള ഒരു വിഷയം തീർച്ചയായിട്ടും അതിന് ശേഷവും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും സജീവമായി തന്നെ നിലനിൽക്കാൻ പോവുകയാണ്. അത് സെൻസസിൻ്റെ ഭാഗമായി 10 വർഷം കൂടുമ്പോൾ നടക്കാറുള്ള സെൻസസിൻ്റെ ഇപ്പോൾ അവസാനം നടക്കേണ്ട സെൻസസ് ആരംഭിച്ചിട്ടില്ല. 10 വർഷം നടക്കുമ്പോൾ സെൻസസിൻ്റെ ഭാഗമായി ജാതി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജാതി സെൻസസ് ൻ്റേതായ വസ്തുതകൾ ശേഖരിക്കാവുന്നതേ ഉള്ളൂ. അത് വിഷമമുള്ള കാര്യമല്ല. അത് സാമൂഹിക ഘടനയുടെ പുനർനിർമ്മിതിയിൽ സജീവമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. അതിനി വരാനിരിക്കുന്ന ഭാവിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്നേ ഉള്ളൂ. ജാതി സെൻസസിൻ്റെ പ്രാധാന്യം ഈ പൊതുവായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമൊന്നും അല്ലാത്തൊരു ഘടകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ സവിശേഷത, ജനാധിപത്യ സൂചിപ്പിച്ച പോലെ ലോകത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള സവിശേഷമായൊരു
വർണ്ണജാതി ഘടന ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ജാതി സെൻസസിൻ്റെ സവിശേഷതയും പ്രാധാന്യവും നിലനിൽക്കുന്നത്. അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ജാതി സെൻസസ് നമ്മുടെ സമൂഹത്തെ ശാസ്ത്രീയമായി മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമായി തന്നെ നിലനിൽക്കും. അത് ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ പ്രശ്നമായി അത് മുന്നോട്ട് വയ്ക്കുകയും ബീഹാറിൽ നിന്നാണ് അത് ആ രീതിയിൽ മുന്നോട്ട് വന്നത്. ഞാൻ നേരത്തെ സൂചിച്ചു പോലെ ജാതി രാഷ്ട്രീയം എന്നത് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത് ലോഹിയേറ്റ് രാഷ്ട്രീയമാണ്. യഥാർത്ഥത്തിൽ അംബേദ്കർ ജാതി രാഷ്ട്രീയം എന്നതിനെ പറയാറില്ല. എങ്കിൽ തന്നെയും രാമമനോഹർ ലോഹിയാണ് കൃത്യമായും ജാതി രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കേണ്ടത് എന്നുള്ള നിലപാട് സമർത്ഥമായ രീതിയിൽ മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും ഡോക്ടർ അംബേദ്കറും ജാതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ മനസ്സിലാക്കാനുള്ള അടിസ്ഥാനമായി സ്വീകരിക്കുകയും പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്തത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിൽ തയ്യാറാക്കുന്നതിലൊക്കെ തന്നെ ആ സമീപനം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പ്രയോഗിക്കുകയും ചെയ്യുകയുണ്ടായി. സാമൂഹ്യ സംവരണം എന്നുള്ളത് അത് സാമ്പത്തിക സംവരണം ആകാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ സംവരണം എന്നുള്ള വിഷയം അംബേദ്കർ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. കാരണം സാമൂഹ്യമായ വിവേചനം എന്ന് പറഞ്ഞാൽ ജാതിപരമായ വിവേചനം, അതാണ് യഥാർത്ഥ വിഷയം. അങ്ങനെ ഉള്ള സാമൂഹ്യ വിവേചനം സൃഷ്ടിച്ച എന്താ പറയുക ഉച്ചനീചത്വങ്ങളെ മറികടക്കാൻ വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് അംബേദ്കർ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അതിനുള്ളൊരു പരിഹാരമെന്ന രീതിയിലാണ് സാമൂഹ്യ സംവരണം എന്നതും മുന്നോട്ട് വച്ചത്. സാമൂഹ്യ സംവരണത്തിൻ്റെ പ്രശ്നം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. സാമൂഹ്യ സംവരണം വർഗപരമായ യാഥാർത്ഥ്യത്തെ ശരിയായ രീതിയിൽ പ്രതിഫലിക്കുന്നില്ല. അതുപോലെ തന്നെ ജാതി രാഷ്ട്രീയം എന്നുള്ളത് വർഗരാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നില്ല എന്നൊരു സമീപനം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ആദ്യകാലഘട്ടം മുതൽക്ക് തന്നെ സ്വീകരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയ വലിയൊരു സൈദ്ധാന്തികമായ ഭാഗപ്പിഴയാണ് ജാതിയെയും വർഗത്തെയും എങ്ങനെ വേർതിരിച്ചറിയണം എന്ന കാര്യത്തിൽ സംഭവിച്ച ഭാഗപ്പിഴയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ശോചനീയമായ അവസ്ഥയ്ക്ക് കാരണമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം വർഗവും ജാതിയും തമ്മിൽ അത് അംബേദ്കർ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വർഗപരമായ പദവി സാമൂഹ്യ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. ഒരു തൊഴിലാളിക്ക് മുതലാളിയായി മാറാം, ഒരു മുതലാളി തൊഴിലാളിയായി മാറാം. വർഗപരമായ ആ മാറ്റം അസാധ്യമല്ല, അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാതെ. പക്ഷേ നിങ്ങൾ ജനിച്ച ജാതിയിൽ നിന്ന് നിങ്ങൾക്ക് മാറാനാവുകയില്ല. നിങ്ങളൊരു ദളിതനായി ജനിച്ചതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു സവർണനാവാൻ കഴിയില്ല. സവർണനായി ജനിച്ച ഒരാൾക്ക് ഒരിക്കലും ഒരു അവർണനോ ദളിതനോ ആവാൻ കഴിയില്ല. ജാതി ജനനം കൊണ്ട് തീരുമാനിക്കപ്പെടുന്നു, വർഗം സാമ്പത്തിക പദവി കൊണ്ട് തീരുമാനിക്കപ്പെടുന്നു. വർഗപദവി നിങ്ങൾക്ക് സാമൂഹ്യ ഇടപെടലിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ ജാതി പദവി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. അതാണ് ജാതിയുടെ പരിമിതിയും അതിൻ്റെ നിഷേധാത്മക സ്വഭാവവും. നിങ്ങളെത്ര ഉയർന്ന രീതിയിൽ മാറി വന്നാലും നിങ്ങളുടെ ജാതി മാറാൻ കഴിയില്ല. ഡോക്ടർ അംബേദ്കർ നേരിട്ട വിഷയം അതായിരുന്നു. അദ്ദേഹം ബറോഡ രാജാവിൻ്റെ സഹായത്തോടെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയി പഠിച്ച് വളരെയധികം പലധികം ഡിഗ്രികളും ഒരു ഗവേഷകൻ എന്ന രീതിയിൽ ലോക നിലവാരത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പദവിയിലൊക്കെ എത്തിയിട്ടാണ് ഡോക്ടർ അംബേദ്കർ തിരിച്ചെത്തി ബറോഡ രാജാവിൻ്റെ കീഴിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ജോലി എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിൻ്റെ പ്യൂണായിരുന്ന ശിപായി, പ്യൂൺ സവർണനാണ്. അയാൾക്ക് അംബേദ്കർ മാഹർ ജാതിക്കാരനാണ്, ഇവിടുത്തെ പുലയ ജാതിക്ക് തുല്യമായ ജാതി. മാഹർ ജാതിക്കാരൻ അയിത്തക്കാരനാണ് പ്യൂണിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പ്യൂൺ അംബേദ്കറുടെ മുറിയുടെ വാതിക്കൽ നിന്നിട്ട് ഫയൽ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കും. അടുത്തു വന്ന അയിത്തായി പോകുന്നുള്ളതുകൊണ്ട് അതായിരുന്നു അവസ്ഥ. അപ്പോൾ അംബേദ്കർ എത്രയോ ഉയർന്ന ഒരു പണ്ഡിതനോ ഒരു ബുദ്ധിജീവിയൊക്കെ ആയി വന്നാലും അദ്ദേഹത്തിൻ്റെ ജാതി പദവിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. അതാണ് വിഷയം.
അത് അംബേദ്കർ കൃത്യമായി മനസ്സിലാക്കിയ അത്തരം വളരെ ദുഃഖകരമായ അനുഭവങ്ങളിലൂടെയാണ് അംബേദ്കർ ജാതി വിമോചന പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനത്തിലേക്ക്, ജോലിയെല്ലാം ഉപേക്ഷിച്ച് പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം തന്നെ അത്തരം തിക്തമായ അനുഭവങ്ങളിലൂടെയാണ്. ജാതി അത്ര ഭീകരമായിട്ടാണ് മനുഷ്യരെ ഇങ്ങനെ വേർതിരിച്ച് അടിച്ചമർത്തി നിർത്തുന്നത് എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. വർണ്ണജാതി വ്യവസ്ഥ സൃഷ്ടിക്കുന്ന ആ എന്താ പറയുക, അതിഭീകരമായൊരു വിവേചന ഘടന അത് പരിഹരിക്കാനാവുന്നതല്ല. ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജാതി വ്യവസ്ഥയുടെ ജനനം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ജാതി സ്വഭാവത്തെ, ഒരാളുടെ ജാതിയെ മാറ്റിയെടുക്കുക സാധ്യമല്ല എന്നുള്ള വ്യത്യാസം. അപ്പോൾ വർഗ വിഭജനവും ജാതി വിഭജനവും തമ്മിലുള്ള ഈ മൗലികമായ വ്യത്യാസം തിരിച്ചറിയാൻ വിസമ്മതിച്ച കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിലെ ജാതി പ്രശ്നത്തെ നേരിടാൻ അല്പം പോലും കഴിയാതെ വരികയുണ്ട്. അതാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത്. ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലുമെല്ലാം വലിയ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് 1920കളിലും 30കളിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ച് തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് അടിസ്ഥാനമുണ്ടാക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അധികം സാമൂഹ്യമായി മുന്നോട്ട് പോകാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാന കാരണം ഈ തിരിച്ചറിവില്ലായ്മയാണ്. ഒരു അമേരിക്കൻ ഗവേഷകയായ ഗെയിൽ ഓംവർത്ത് വളരെ രസകരമായ സമഗ്രമായ ഒരു ഗവേഷണ പഠനം തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച്. അവർ മഹാരാഷ്ട്രയിൽ വന്ന്, അമേരിക്കക്കാരിയാണ്, അവർ മഹാരാഷ്ട്രയിൽ വന്ന് മഹാരാഷ്ട്രയിലെ ഒരു ദളിത് പ്രവർത്തകനെ വിവാഹം കഴിച്ച് അവിടെ സ്ഥിരതാമസം ആക്കുകയാണ്. അവർ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. വലിയ സാമൂഹ്യ ഗവേഷകയാണ്. അനവധി പ്രബന്ധങ്ങൾ തയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത് മഹാരാഷ്ട്രയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. അത് മദ്രാസിലെ, തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി താരതമ്യം ചെയ്തുകൊണ്ടുകൂടി എഴുതിയ ഒരു ഗവേഷണ പുസ്തകമുണ്ട്. മഹാരാഷ്ട്രയിലെ വലിയൊരു സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനമായിരുന്ന മഹാത്മാ ഫൂലെയുടെ സത്യശോധക് പ്രസ്ഥാനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ശ്രീനാരായണ പ്രസ്ഥാനം വളർന്നു വന്ന ഏറെക്കുറെ അതേ കാലഘട്ടത്തിലും അതേ രീതിയിലും കാലഘട്ടത്തിൽ തന്നെ ആ സത്യശോധക് പ്രസ്ഥാനം ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു ചെന്നിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോംബെയിൽ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്. അവർക്ക് ഈ സത്യശോധക് പ്രസ്ഥാനത്തിനുള്ളിലേക്ക് കടന്നു കയറാനുള്ള നല്ല സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് ഗെയിൽ ഓംവർത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അവരുടെ ഈ ജാതി പ്രശ്നത്തെ മനസ്സിലാക്കാനുള്ള അവരുടെ കഴിവില്ലായ്മ നിമിത്തം, അവരുടെ സമീപനത്തിലെ എന്താ പറയുക സങ്കുചിത്വം നിമിത്തം അവർക്ക് കഴിയാതെ പോവുകയും അവരതിന് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. സത്യശോധക് പ്രസ്ഥാനത്തെ അവസാനം കോൺഗ്രസ് ഏറ്റെടുക്കുകയും മഹാരാഷ്ട്രയിലെ ഗ്രാമാന്തരങ്ങളിലെല്ലാം തന്നെ സത്യശോധക് പ്രസ്ഥാനവും കോൺഗ്രസ് രൂപാന്തരപ്പെടുത്തിയെടുക്കുകയും ചെയ്യുണ്ടായി. തമിഴ്നാട്ടിൽ ഏറെക്കുറെ DK, അന്നത്തെ ദ്രാവിഡ കഴകം പ്രസ്ഥാനം പിന്നെ DMK ആക്കി മാറ്റിയതുപോലെ മദ്രാസിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ഇവിടുത്തെ ദ്രാവിഡ പ്രസ്ഥാനത്തെയും ഏറെക്കുറെ ഇതേ രീതിയിൽ തന്നെ നിഷേധാത്മകമായി കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേര് പിടിക്കാനാകാതെ പോയത്. ഇതിൽ നിന്ന് ഭിന്നമായി കേരളത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റുകാർക്ക് വരാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളൊരു വിഷയം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഞാനതേക്കുറിച്ച് ഈ ഗെയിൽ ഓംവർത്ത് കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേങ്കിലും മഹാരാഷ്ട്രയെക്കുറിച്ചുള്ള അവരുടെ ആ പഠനവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഞാൻ കേരളത്തിലെ അന്തരീക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ 20കളിലും 30കളിലുമായിട്ട് ഈ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം പോലുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലെല്ലാം നേതൃത്വം വഹിച്ചത് ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരാണ്. അതിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറുന്നത്. 30കളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സംസ്ഥാന ഘടകം ഒന്നിച്ച്
1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപാന്തരം പ്രാപിക്കുകയാണ് കേരളത്തിലുണ്ടാകുന്നത്. അവരുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിയവരിൽ നല്ലൊരു വിഭാഗം ആളുകൾ വൈക്കം സത്യാഗ്രഹത്തിലൂടെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെയൊക്കെ കടന്നു വന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വെറും വർഗ സമീപനത്തിൽ നിന്ന് ഭിന്നമായി സാമൂഹ്യ പ്രക്രിയകളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ അവർ തന്നിരുന്നതുകൊണ്ടാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിലേക്ക് കടന്നു കയറാൻ അവർക്ക് കഴിയുകയും അങ്ങനെ ഏറെക്കുറെ 40കളിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉപയോഗപ്പെടുത്തുകയും പ്രബലമായ ഒരു രാഷ്ട്രീയ ശക്തിയായി കേരളത്തിൽ മാറുകയും ചെയ്തത്. തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയാതെ പോയ കാര്യം കേരളത്തിൽ കഴിയുകയുണ്ടായി. പക്ഷെ അപ്പോൾ പോലും പിന്നെ സമീപകാലത്തിപ്പോൾ ഉയർന്നു വന്ന മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉയർന്നു വന്ന ജാതി രാഷ്ട്രീയം എന്നൊക്കെ പൊതുവിൽ വിശേഷിപ്പിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ, അംബേദ്കർ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ സമാജ്വാദി പാർട്ടി BSP, ബഹുജൻ സമാജ് പാർട്ടി, ലോഹിയറ്റ് രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ SP സമാജ്വാദി പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ UPയിലും ബീഹാറിലും, പ്രത്യേകിച്ച് ബീഹാറിൽ അടിസ്ഥാനം സൃഷ്ടിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ബീഹാറിൽ താരതമ്യേന ശക്തമായൊരു അടിസ്ഥാനം CPIക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 30-31 MLAമാരൊക്കെ ബീഹാറിൽ CPIക്ക് ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാര്യമായിട്ട് അടിസ്ഥാനമില്ല അവിടെ. എങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് അടിസ്ഥാനം ബീഹാറിലെയും UPയിലും ചെറിയ തോതിലുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ പറയാം SP BSP പ്രസ്ഥാനങ്ങളൊക്കെ, ജാതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നപ്പോൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു കാഴ്ചക്കാരായി മാറുന്ന ഒരവസ്ഥയാണ് ഈ 80കളിൽ 90കളിലൊക്കെ തന്നെ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കാണാൻ കഴിയുന്നത്. അപ്പം ജാതി രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയ വീഴ്ച അഖിലേന്ത്യാ തലത്തിൽ ആരംഭം മുതൽക്ക് തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ വളർച്ചയെ തടഞ്ഞു. ഈ സമീപകാലത്തും അത് തന്നെ ഒരു എന്താ പറയുക, അവർക്കൊരു വലിയ തടസ്സമായി മാറുകയുണ്ട്. അവർക്കിപ്പോഴും അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. വർഗരാഷ്ട്രീയത്തിൽ നിന്ന് ഭിന്നമായി ജാതി രാഷ്ട്രീയം എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നും അതുകൊണ്ട് ജാതി രാഷ്ട്രീയത്തെ സവർണ അവർണ ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന രീതിയിലുള്ളൊരു പരിശോധന കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതേയില്ല. അപ്പോൾ ജാതി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാതി രാഷ്ട്രീയം എന്ന അവജ്ഞയോടുകൂടി വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിശേഷിപ്പിക്കാൻ ശ്രമിക്കുന്ന അവർക്ക് ജാതി രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യൻ സമൂഹത്തിലെ പ്രാധാന്യം, കാരണം ജാതി സമൂഹം എന്ന രീതിയിൽ ഇന്ത്യൻ സമൂഹത്തിൽ ജാതി രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു വീഴ്ചയാണ്. അത് അവരുടെ ഏകപക്ഷീയമായ യാന്ത്രികമെന്ന് പറയാവുന്ന വർഗവീക്ഷണത്തിൻ്റെ വർഗസമീപനത്തിൽ നിന്നാണ് ആ ഒരു വീഴ്ച സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിലും ജാതി സെൻസസിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചാൽ മാത്രമേ ഈ ജാതി സെൻസസിനെയും എങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇന്ത്യയിലെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഒരു അധികാരത്തിൻ്റെ തലത്തിലുള്ളത്. ബംഗാളിലൊക്കെ ഇനി വീണ്ടും അധികാരത്തിലെത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഒരു ചെറിയ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഘടകം തന്നെ, രാഷ്ട്രീയ ശക്തിയാണെന്ന് ഞാൻ പറയാം. പക്ഷെ അപ്പോൾ പോലും അവർക്ക് ഇടപെടാൻ കഴിയുന്ന, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലൊക്കെ അവർക്കൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ രാഷ്ട്രീയ പങ്കായി മാറണമെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അടിത്തറ ഉണ്ടാവണം. ഇപ്പോൾ കേരളം ഒഴിച്ചു ബാക്കി ഒരിടത്തും അവർക്ക് അടിസ്ഥാനമില്ല. എങ്കിലും രാഷ്ട്രീയമായി ചില എന്താ പറയുക മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നതിലും ഇടപെടൽ നടത്തുന്നതിനൊക്കെ അവർക്ക് കഴിയേണ്ടതുമാണ്. അത് ഒരു ചെറിയ പരിധി വരെ കഴിയുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ജാതി സെൻസസ് പോലുള്ള ഒരു വിഷയത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ സമീപനം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തില്ല. അതവരുടെ സൈദ്ധാന്തികമായ വലിയൊരു പാളിച്ചയാണ്. ഇന്ത്യൻ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ പുറകോട്ടടിച്ചതിൻ്റെ പ്രധാന കാരണവും അതുതന്നെയാണ്. ജാതി സെൻസസ് ഇന്ന് വളരെ സജീവമായൊരു വിഷയമായി മാറുമ്പോൾ അതിൻ്റെ വിവിധ തലങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിനെ ഉപകാരപ്രദമായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്ന മുഖ്യമായ രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർ അശക്തരാണ്. മറ്റ് ശക്തികൾ, ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ പിന്നോട്ടടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. UPയിലും ബീഹാറിലുമൊക്കെ
മുഴുവൻ സീറ്റുകളും കൈയടക്കി വച്ചിരുന്ന കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറുകയുണ്ടായത്. വെറും കാഴ്ചക്കാർ മാത്രമായി കോൺഗ്രസ് UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ ജാതി രാഷ്ട്രീയക്കാർ BSP SP ഒക്കെ തന്നെ അവിടെ മുൻകൈ നേടിയപ്പോൾ കോൺഗ്രസ് വെറും കാഴ്ചക്കാരായി മാറുന്ന അവസ്ഥയുണ്ടായി. അവർക്കും അവരുടെ മതേതര ജനാധിപത്യത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം വെറും എന്താ പറയുക, ഒരു സൈദ്ധാന്തിക തലത്തിലൊരു സമീപനം മാത്രമാണ്. ഒരു ജാതി സമൂഹത്തിൽ മതേതര ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് പ്രയോഗതലത്തിൽ രൂപം കൊള്ളേണ്ടത് എന്നത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ സമീപനം കോൺഗ്രസ്സിന് അല്പം പോലും ഇല്ല എന്നുള്ളതാണ് സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പോലെ പൊതുവിൽ മതേതര ജനാധിപത്യ ശക്തികളുടെ ഭാഗത്ത് നിൽക്കുന്ന വളരെ പ്രബലമായ വിഭാഗങ്ങൾക്ക് ജാതി പോലുള്ള ഇന്ത്യൻ വിഷയത്തെ, വർണ്ണജാതി വ്യവസ്ഥയുടെ സവിശേഷതകളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അവർ അതിന് തികച്ചും അശക്തരാണ് എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ജാതി സെൻസസിൻ്റെ പ്രശ്നം പൊന്തി വരുമ്പോഴും ഈ വിഷയം ഈ രീതിയിൽ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാനോ മനസ്സിലാക്കാനോ കഴിയുന്ന ഒരു തലം ഇന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഉയർന്നു വന്നിട്ടില്ല. തീർച്ചയായിട്ടും ജനതാദൾ രാഷ്ട്രീയം, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലോഹിയറ്റ് രാഷ്ട്രീയത്തിൻ്റെ തലത്തിലുള്ളവരും അംബേദ്കർ രാഷ്ട്രീയത്തിൻ്റെ തലത്തിലുള്ളവരും ആ പ്രശ്നം ഒരു പരിധിവരെയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിൽ തന്നെയും മൊത്തത്തിലുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമെന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുന്നതിൽ അവരും അധികം മുന്നോട്ട് പോരാൻ അവർക്ക് കഴിച്ചിട്ടില്ല. അവരുടെ തന്നെ സംഘടനാപരമൊക്കെ ആയിട്ടുള്ള ദൗർബല്യങ്ങളാണ് അതിനൊരു പ്രധാന കാരണമെന്ന് പറയാം. വീക്ഷണപരമായി ലോഹിയറ്റ് രാഷ്ട്രീയക്കാർക്ക് ഇതിൽ താരതമ്യേന മുൻകൈയുണ്ട്. അംബേദ്കറേറ്റ് രാഷ്ട്രീയത്തെക്കാളും ലോഹിയയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ലോഹിയുടേത് വളരെ കൃത്യമായി ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് സൂക്ഷ്മ വിശകലനം നടത്തിയിട്ടുള്ളത്. അംബേദ്കർ നടത്തിയിട്ടുള്ളത് സൂക്ഷ്മ വിശകലനം തന്നെയാണ്, പക്ഷേ അത് വേറൊരു തലത്തിലാണ്. ദളിത് നിലപാടിൽ നിന്നുകൊണ്ടുള്ള സമീപനമാണ്. ഡോക്ടർ രാം മനോഹർ ലോഹിയാണ് കൂടുതൽ ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമം നടത്തി ഡോക്ടർ രാം മനോഹർ ലോഹിയാണ്. ലോഹിയുടെ ശിഷ്യന്മാരൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ലോഹിയ രാഷ്ട്രീയത്തിൻ്റെ സൈദ്ധാന്തിക തലങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഇടപെടുന്നവരൊക്കെ കുറവാണ്. ഇവിടെ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതായാലും ജാതി സെൻസസ് എന്നുള്ള ഒരു വിഷയം വെറും ഒരു കണക്കെടുപ്പിൻ്റെ വിഷയമല്ല. അത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹ്യ ഘടനയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു വസ്തുതാന്വേഷണത്തിലേക്ക് നയിക്കാവുന്ന ഒരു പ്രക്രിയയാണ്. അത് വരും കാല ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു നിർണായക ഘടകമായി മാറുകയും ചെയ്യും. അതിനെ വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ശക്തികൾ ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും, ഇപ്പോഴും വളർന്നു വന്നിട്ടില്ലെങ്കിൽ തന്നെയും ആ വിഷയത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് പല കോണുകളിൽ നിന്നായി ആ ഇടപെടൽ ശക്തികൾ മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ജാതി സെൻസസിനെ വെറുമൊരു കണക്കെടുപ്പിൻ്റെ വിഷയമായി കാണാതെ ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ സാമൂഹ്യ ഘടകമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം വികസിപ്പിക്കാനാണ് മതേതര ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ സ്വീകരിക്കേണ്ടത്. ഇതാണ് പൊതുവിൽ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. നന്ദി.